കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പെനിയൽ മിനിസിസിൻ്റെ സ്നേഹവും വന്ദനവും അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത് ഹെസ്കേൽ പ്രവചനം 36-ന്റെ 26-27 തിരുവെഴുത്തുകളാണ്. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുവചനത്തിൻ്റെ മർമ്മങ്ങൾ കർത്താവെ, ഞങ്ങളുടെ ആത്മാവിനെ, പ്രാണനെ, ശരീരത്തെ ദൈവാത്മാവിനാൽ ഉത്തേജിപ്പിക്കുമാറും നിർമ്മലീകരിക്കുമാറും കർത്താവെ, അത് ഞങ്ങൾ പരിവർത്തിച്ച് ഞങ്ങളൊരു വലിയ മാറ്റം അങ്ങയുടെ ജനമാകുന്ന സഭയാകുന്ന ഞങ്ങൾക്കുണ്ടാകേണ്ടതിന് ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ മൂല്യത എന്താണോ അതാണ് ആ മനുഷ്യൻ. യാതൊരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ മൂല്യത അതവൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ്. മനുഷ്യനെന്ന് പറയുമ്പോൾ ഈ പുറമേ കാണുന്ന ശരീരം മാത്രമല്ല, അവൻ്റെ അകത്തൊരു മനുഷ്യനുണ്ട്, അവൻ്റെ അകത്തൊരു ഹൃദയമുണ്ട്. അപ്പോൾ അകത്തെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ചിന്തകളും നിരൂപണങ്ങളും സങ്കല്പങ്ങളും വികാരങ്ങളും ഇതൊക്കെ അത് കാണുവാനും കേൾക്കുവാനും അറിയുവാനും കഴിയുന്നത് അത് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. മറ്റു ആത്മാക്കൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല, മറ്റു മനുഷ്യർക്ക് അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതിൻ്റെ മുഖ്യമായ കാരണം മനുഷ്യൻ്റെ അന്തരംഗം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജീവശ്വാസമാണ്. ഉൽപ്പത്തി പുസ്തകം 2:7 അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ബ്ലഡ് കൊണ്ടെത്തിക്കുന്ന ജോലിയാണ് നമ്മുടെ ഹൃദയത്തിനുള്ളത്. ഹൃദയത്തിൻ്റെ ഫങ്ഷൻ അതാണ്. എന്നാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ അവൻ്റെ ഹൃദയത്തിന് വിചാരങ്ങളുണ്ട്, വികാരങ്ങളുണ്ട്, സങ്കല്പങ്ങളുണ്ട്, നിരൂപണങ്ങളുണ്ട്, വാക്കുകളുണ്ട്. അവിടെ നിന്ന് ആണ് സകലതും നമ്മുടെ വായിലൂടെയും നമ്മുടെ ശരീരത്തിലൂടെയും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഹൃദയത്തെ വളരെ അധികം വിശുദ്ധിയോടെ സൂക്ഷിക്കണമെന്ന് വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് തിരുവെഴുത്തുകളിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നു. സദൃശ്യവാക്യങ്ങൾ നാം വായിക്കുമ്പോൾ 4-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വചനത്തിൽ പറയുന്നു, മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നീ ചെവി ചായ്ക്കുക. അവ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിൻ്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യമാവുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധയോടെ കേൾക്കുകയും അത് നമ്മുടെ ഹൃദയത്തിൻ്റെ അത് സൂക്ഷിക്കുകയും ആ വചനം കിട്ടുന്നവർക്ക്, ആ വചനം അനുസരിക്കുന്നവർക്ക്, ആ വചനം നമുക്ക് ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കി ഗ്രഹിച്ച് അത് ഉൾക്കൊണ്ട് അതനുസരിക്കുന്നവർക്ക് ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യമാകുന്നു. അതുകൊണ്ട് തന്നെ നീ സകല ജാഗ്രതയോടും കൂടി നിൻ്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. അപ്പോൾ വചനത്തിൽ നിന്നാണ് മനുഷ്യൻ്റെ ആത്മീയ ജീവൻ്റെ ഉത്ഭവം. വചനത്തിലൂടെയാണ്, തിരുവെഴുത്തുകളിലൂടെയാണ്, വചനമാകുന്ന യേശുക്രിസ്തുവിലൂടെയാകുന്നു ജീവൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്. ആത്മീയ ജീവൻ്റെ ഉത്ഭവം. ശരീരത്തിൻ്റെ ജീവൻ രക്തത്തിലാണ്. ലേവ്യ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വചനത്തിൽ പറയുന്നു, സകലജടത്തിൻ്റെയും ജീവൻ അതിൻ്റെ ജീവാധാരമായ രക്തം തന്നെ. ലേവ്യ പുസ്തകം 17:14. മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഈ രക്തം
ഈ രക്തത്തെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്ന അവയവമാണ് ഹാർട്ട്. നമ്മൾ ഭാഗ്യമായി നമ്മുടെ ഹൃദയത്തിൻ്റെ ഫങ്ഷൻ നോക്കിയാൽ, ആത്മീയമായി നമ്മുടെ ഹൃദയത്തിൻ്റെ ഫങ്ഷൻ നോക്കിയാൽ, ആ തിരുവെഴുത്തുകൾ നമ്മുടെ ഉള്ളിൽ അത് വസിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ആത്മാവിനെയും പ്രാണനെയും ശരീരത്തെയും ഒന്നുപോലെ ശുദ്ധീകരിച്ച് സർവ്വദേഹത്തിലും നെറുക മുതൽ ഉള്ളംകാൽ വരെയും ഉള്ളംകാൽ മുതൽ നെറുക വരെയും നമ്മെ ശുദ്ധീകരിച്ച് നമ്മളെ ശരിയായ പാതയിൽ നടത്തുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. ഇത് മനസ്സിലാക്കിയ ദാവീദ് പറയുന്നു, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ട നിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അന്തരംഗങ്ങളെ സൃഷ്ടിച്ചവൻ അത് ദൈവമാവുന്നു. അപ്പോൾ ഈ അന്തരംഗത്തിൽ വചനം ഉണ്ടായാൽ മാത്രമേ നാം നമ്മോടും ദൈവത്തോടും മനുഷ്യരോടും പാപം ചെയ്യാതിരിക്കാൻ നമുക്ക് കഴിയുള്ളൂ. വചനമാണ് നമ്മെ പാപത്തിൽ നിന്ന് അകറ്റുന്നത്. ധ്യാനമാണ്. വചനം വായിക്കുകയും ധ്യാനിക്കുകയും വചനം അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് പാപം വിട്ടൊഴിയുന്നത്, പാപ സ്വഭാവം വിട്ടൊഴിയുന്നത്. പാപിയായ മനുഷ്യനും ദൈവത്തിനും തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പോൾ പാപം ഉപേക്ഷിച്ച് ആ പാപം ദൈവത്തോട് ഏറ്റുപറഞ്ഞു മാനസാന്തരപ്പെട്ടു പാപം ഉപേക്ഷിച്ച് പുതിയ സൃഷ്ടിയായി തീരണം. അങ്ങനെ മനുഷ്യനെ കൊണ്ടെത്തിക്കണമെങ്കിൽ ഒരു മനുഷ്യർക്കും അങ്ങനെ ഒരു മനുഷ്യനെ ശരിയായ രീതിയിൽ കൊണ്ടെത്തിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ്റെ സൃഷ്ടാവായ ദൈവം, വചനമാകുന്ന ദൈവം, മനുഷ്യൻ്റെ സൃഷ്ടാവായ ദൈവം മനുഷ്യൻ്റെ വേഷത്തിൽ തിരുവെഴുത്തുകളിൻ പ്രകാരം എന്ന് വെച്ചാൽ വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരുന്നത് പോലെ വചനം ജഡമായി അവതരിച്ചു. എന്താണോ എഴുതിയിരുന്നത് വചനം ജഡമായി അവതരിക്കുമെന്ന് അരുളി ചെയ്തിരുന്നത് പോലെ ദൈവം തന്നെ മനുഷ്യവേഷത്തിൽ ഇറങ്ങി വന്നതാണ് യേശുക്രിസ്തു. എന്തിനാണ് യേശുക്രിസ്തു ഇറങ്ങി വന്നത്? മനുഷ്യൻ പാപം ചെയ്തു, തൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങൾക്കും വികാരങ്ങൾക്കും ഇഷ്ടത്തിനും ഒത്തവണ്ണം പാപം ചെയ്തു തൻ്റെ ഹൃദയത്തെ മലിനമാക്കി, തൻ്റെ മനസ്സിനെ മലിനമാക്കി, ശരീരത്തെ മലിനമാക്കിയ മനുഷ്യന് ദൈവത്തോട് അടുക്കാൻ കഴിയത്തില്ല. അപ്പം ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അടുപ്പിക്കണമെങ്കിൽ, മനുഷ്യനെ ദൈവവുമായി അടുക്കണമെങ്കിൽ മനുഷ്യനും ദൈവത്തിനും മധ്യേ ഒരു യാഗം കൂടിയേ തീരൂ. മനുഷ്യൻ്റെ പാപപരിഹാരത്തിനുള്ള ഒരു യാഗം കൂടിയേ തീരൂ. ഈ ലോകത്തിലെ സകല മനുഷ്യരും പാപികളായതുകൊണ്ട് മനുഷ്യർക്ക് മനുഷ്യനെ രക്ഷിക്കാൻ കഴിയില്ല. അവന് പാപമോചനം കൊടുക്കാൻ കഴിയില്ല. അവന് പാപമോചനത്തിനായുള്ള വഴി കാണിച്ചു കൊടുക്കാൻ യാതൊരു വഴികളുമില്ല. അപ്പോൾ പാപിയായ മനുഷ്യൻ എന്നേക്കുമായി നശിച്ചു പോകാതിരിക്കാൻ ദൈവം താൻ മനുഷ്യപുത്രനായി ഭൂമിയിൽ അവതരിച്ചു. അതാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു തന്നെ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാര ബലിയാക്കിക്കൊണ്ട് മനുഷ്യൻ പാപത്തിന് തന്നെ പാപയാഗമാക്കിക്കൊണ്ട് മനുഷ്യൻ്റെ ജീവന് മറുവിലയായി കർത്താവായ യേശുവിൻ്റെ ജീവൻ നൽകിക്കൊണ്ട് മാനവ സമൂഹത്തിൻ്റെ സകല പാപവും തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ തന്നെ പരമയാഗമാക്കി തൻ്റെ ജീവനെ തന്നിൽ വിശ്വസിക്കുന്ന ജനത്തിന് കൊടുത്തുകൊണ്ട് ആ മനുഷ്യൻ ജീവനിൽ നിന്ന് നിത്യജീവനിലേക്ക് കടക്കേണ്ടതിന് കർത്താവായ യേശു തന്നെ ക്രൂശിൽ പരമയാഗമാക്കി നമുക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്ന് സ്വർഗത്തിൽ വസിക്കുന്നു. ഈ യേശുവിനെ ഹൃദയത്തിൽ നാം കർത്താവ് നമ്മുടെ പാപത്തിന് പരിഹാര ബലിയായി തീർന്നു, നമുക്ക് പാപമോചനം
നമുക്ക് മാനസാന്തരവും പാപമോചനവും നൽകി ദൈവത്തിൻ്റെ സ്വഭാവത്തിന് അനുരൂപമാക്കി മാറ്റി ദൈവത്തോട് അടുപ്പിക്കും, ദൈവത്തോടുകൂടെ വസിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും, സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള ബോധ്യമുള്ള ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ആ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ കർത്താവ് വസിക്കുന്നു. അപ്പോൾ മാത്രമേ ഈ വചനമാകുന്ന കർത്താവ് വസിക്കുമ്പോൾ മാത്രമേ മനുഷ്യൻ്റെ സ്വഭാവത്തിന്, അവൻ്റെ ഹൃദയത്തിന് വ്യത്യാസം വരുന്നുള്ളൂ. അവൻ്റെ ഹൃദയത്തിൽ വ്യത്യാസം വരുന്നുള്ളൂ. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു മനുഷ്യവേഷത്തിൽ ഭൂമിയിലേക്ക് വന്നത്? ദൈവത്തിന് ദൈവമായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ കഴിയില്ല. തീക്ഷ്ണനായ ദൈവം, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന മഹാദൈവം അങ്ങനെ ഇറങ്ങി വന്നാൽ ഭൂമി കത്തിച്ചാരമാകും. അതുകൊണ്ടാണ് പാപിയായ മനുഷ്യനെ രക്ഷിക്കാൻ പാപജടത്തിൻ്റെ സാദൃശ്യത്തിൽ ഇറങ്ങി വന്നത്. പലപ്പോഴും യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്നതിൻ്റെ പിന്നിലെ മനുഷ്യൻ്റെ ഉദ്ദേശം എങ്ങനെയും സ്വർഗം കിട്ടണം, നരകം ഒഴിവാകണം, ശിക്ഷാവിധി ഒഴിവാകണം, സ്വർഗത്തിൽ പോകണമെന്നുള്ള ചിന്തയാണ്. എന്നാൽ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു പരിവർത്തനം നടക്കണം. നമ്മുടെ സ്വഭാവത്തിന് ഒരു വ്യത്യാസം ഉണ്ടാകണം. ആ വ്യത്യാസം ആദ്യം നടക്കേണ്ടത് അതാണ്. ആ വ്യത്യാസം നമ്മിൽ ഉളവായാൽ മാത്രമേ പരിശുദ്ധനായ ദൈവത്തിന് നമ്മെ നിത്യയിൽ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ തന്നെ, കർത്താവിൽ വിശ്വസിച്ച് കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മാവിനെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക. പക്ഷേങ്കിൽ നമ്മെ ഇരുത്തിയിരിക്കുന്ന പദവിക്ക് ഒത്തവണ്ണം ഈ ഭൂമിയിൽ നമ്മുടെ സ്വഭാവത്തിലും വാക്കിലും പ്രവൃത്തിയിലും കർത്താവിൻ്റെ സ്വഭാവത്തിന് അനുരൂപമായി മാറുന്നില്ല എങ്കിൽ ആ പദവി നഷ്ടപ്പെട്ടു പോകും. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ആ മാന്യ പദവിയെ ഓർത്ത് നാം നമ്മുടെ ഹൃദയത്തെ വിശുദ്ധമായി സൂക്ഷിക്കണം. മനുഷ്യന് ഒരിക്കലും സ്വയം ദൈവത്തോട് അടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ആ സ്വീകരിക്കുന്ന വ്യക്തി താൻ മുമ്പ് സേവിച്ചു വന്നിരുന്ന അന്യാത്മാക്കളെ തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട്, അവയെ വെറുത്തുകൊണ്ട്, അവയെ നിരാകരിച്ചുകൊണ്ട് കർത്താവിനെ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിച്ച് ആ കർത്താവിനെ മാത്രം സേവിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെങ്കിൽ നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടാകും. ഒപ്പം ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ആ വചനം ഉള്ളത്തിൽ ക്രിയ ചെയ്ത് ആ വചനം നമ്മളിൽ പരിവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ്. അതായത് ദുശ്ചിന്ത, കുലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ. അപ്പോൾ ഈ പാപ സ്വഭാവം കൊണ്ട് നിറഞ്ഞിരുന്ന നമ്മുടെ ഹൃദയത്തിൽ നമുക്കൊരു വ്യത്യാസം വരുത്തി നമ്മെ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് അനുരൂപമാക്കി, കർത്താവിൻ്റെ സ്വഭാവത്തിന് അനുരൂപമാക്കി നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയാണ്. നമ്മുടെ തിരുവഴുത്തുകൾ വായിച്ചും ധ്യാനിച്ചും വരുമ്പോഴാണ് നമ്മുടെ കുറവുകൾ ദൈവവചനത്തിലൂടെ നാം കണ്ടെത്തുന്നത്. അതിന് സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടെ മാത്രമേ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അത് തിരുവെഴുത്തുകളിലൂടെയാണ് മനസ്സിലാകുന്നത്. കർത്താവിനെയും കർത്താവിൻ്റെ രാജ്യത്തെക്കുറിച്ച് സുവിശേഷകരിലൂടെ, പല ദൈവദാസിമാരിലൂടെയൊക്കെ കേൾക്കുവാൻ നമുക്ക് കർത്താവ് കൃപ നൽകി. വിശ്വസിക്കുവാനും ദൈവം കൃപ നൽകി. അങ്ങനെ കേൾക്കുവാനും വിശ്വസിക്കുവാനും ഉള്ള
ദൈവത്തിൻ്റെ അളവറ്റ കൃപ, അളവറ്റ കനിവ്, അളവറ്റ ദയയാണ് നമുക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ കാരണമായി തീർന്നത്. പാപം ചെയ്തു ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഇസ്രായേൽ ജനത്തോട് ദൈവം അവരോട് ചെയ്തൊരു ഉടമ്പടിയാണ് അവർക്കൊരു പുതിയ ഹൃദയവും ഒരു പുതിയ ആത്മാവും കൊടുക്കുമെന്നുള്ളത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൽ വിശ്വസിച്ച നമുക്കും അതിൻ്റെ ഭാഗമാകുവാൻ അബ്രഹാമി അനുഗ്രഹം ക്രിസ്തുയേശുവിലൂടെ ജാതികളായിരുന്ന നമുക്കും ലഭ്യമായി. അതെങ്ങനെ? അത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിലൂടെ. ദൈവത്തിൻ്റെ പ്രമാണം ലംഘിച്ചപ്പോൾ ദൈവ വഴി വിട്ടുപോയ ഇസ്രായേൽ ജനം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ചിതറിപ്പോയി. എന്നാൽ മനസ്സിലുള്ള ദൈവത്തിന്, കനിവുള്ള ദൈവത്തിന് അവരെ ഒരിക്കലും ഉപേക്ഷിക്കാൻ മനസ്സനുവദിച്ചില്ല. ദൈവത്തിൻ്റെ മനസ്സൽവ ദൈവത്തെങ്കിലേക്ക് അവർ മടങ്ങി വരുവാൻ ദൈവം ആഗ്രഹിച്ചു. എന്നാൽ അവരോടൊരു ഉടമ്പടി ദൈവം ചെയ്തു. നിങ്ങൾക്കൊരു പുതിയ ഹൃദയവും ഒരു പുതിയ ആത്മാവും നൽകി എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് നടക്കും. അതായത് കല്ലായുള്ള നിങ്ങളുടെ ഹൃദയം മാത്സര്യം കൊണ്ടും അഹങ്കാരം കൊണ്ടും പാപത്തിന് മേൽ ഭാവിച്ചുയർന്ന് സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിയ വഴിക്ക് പോയ ജനത്തിൻ്റെ ഹൃദയത്തെ കഠിനമാക്കിയ അവരുടെ വികാരങ്ങളെ, വിചാരങ്ങളെ, ചിന്തകളെ, വാക്കുകളെ, പ്രവൃത്തികളെ എല്ലാം അവരുടെ ഹൃദയത്തിൽ നിന്ന് തുടച്ചു മാറ്റി അവർക്കൊരു പുതിയ ഹൃദയം കൊടുക്കുമെന്നും അവരുടെ കല്ലായുള്ള ഹൃദയത്തെ അവരുടെ ജഡത്തിൽ നീക്കി അവരുടെ ഹൃദയത്തെ മാംസളമാക്കുമെന്നും. എന്ന് വെച്ചാൽ ദൈവം പുതിയ ഹൃദയം എന്ന് പറയുന്നത് അവിടെ ഒരു രൂപാന്തരം വരുത്തും, അവരുടെ സ്വഭാവത്തിന് രൂപാന്തരം വരുത്തും എന്നുള്ളതാണ്. മാത്രമല്ല ദൈവത്തിൻ്റെ ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കി ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥപ്രകാരം നടക്കുമാറാക്കും എന്ന് അവരോടുള്ള വാഗ്ദത്ത ഉടമ്പടിയാണ്. അത് യേശുക്രിസ്തുവിലൂടെ നമുക്കും ലഭ്യമായി, ക്രിസ്തുവിൽ വിശ്വസിച്ച നമുക്കും ലഭ്യമായി. കർത്താവിൻ്റെ ക്രൂശീകരണത്തിലൂടെ നമുക്കും കർത്താവിൽ വിശ്വസിച്ചപ്പോൾ നമുക്കും മാനസാന്തരവും പാപമോചനവും അതുപോലെ നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം എല്ലാം വരുത്തിക്കൊണ്ട് നിത്യതയിൽ പ്രവേശിക്കാൻ, ദൈവത്തോട് അടുക്കുവാൻ യേശുക്രിസ്തുവിലൂടെ ദൈവത്തെങ്കിലേക്കുള്ള വഴി ദൈവം തുറന്നു തന്നു. അതുവരെ നാം പോയ വഴികളിൽ നിന്നും പാതകളിൽ നിന്നും നമ്മെ മടക്കി കൊണ്ടുവന്ന് ദൈവീയ വഴികളിലേക്ക് ദൈവം നമ്മളെ നടത്തുന്നു. മാത്രമല്ല ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കത്തക്ക നിലവാരത്തിൽ നാം ആയിത്തീരേണ്ടതിന് ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി. അങ്ങനെ നമ്മുടെ ഹൃദയത്തെയും പുതുതാക്കി, നമ്മുടെ ആത്മാവിനെ പുതുതാക്കി ചൈതന്യമുള്ളതാക്കി മാറ്റിയ ദൈവത്തിന് അനുദിനം നാം നന്ദി കരയറ്റിക്കൊണ്ട് ഇരിക്കണം. നമ്മളിലുള്ള നന്ദികേട് മാറിപ്പോണം. നമ്മെ ദൈവം നടത്തിയ വഴികൾ, ദൈവത്തെ അറിയുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന നമ്മുടെ സ്വഭാവം, നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തികൾ, അതിൽ നമുക്ക് വന്ന മാറ്റം, ഇനിയും ധാരാളം മാറാനുണ്ട് മനുഷ്യന്. ദൈവമക്കൾക്ക് ഇനിയും സ്വഭാവത്തിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വരാനുണ്ട്. അത് അനുദിനവും അത് തിരുത്തി മനസ്സിലാക്കി ദൈവത്തോട് അടുത്ത് ചെല്ലുമെങ്കിൽ നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ളതാക്കി മാറ്റുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. അത് നിശ്ചയം. ആയതുകൊണ്ട് നമ്മുടെ ഹൃദയം ദൈവവചനത്താലും ദൈവശക്തിയാലും നിറയപ്പെട്ട് പുതുക്കപ്പെട്ട് അനുദിനം ആത്മീയ ശുദ്ധീകരണം നമ്മളുണ്ടാകണം. ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉണർവുണ്ടായാൽ അവൻ്റെ കുടുംബത്തിനകത്തും അവൻ്റെ സഭയ്ക്കകത്തും ലോകമെമ്പാടുമുള്ള ദൈവസഭയ്ക്കകത്തും ഉണർവുണ്ടാകാൻ ആ വ്യക്തി ആഗ്രഹിക്കും. മാത്രവുമല്ല
കർത്താവിനെ അറിയാത്ത ജനം കർത്താവിനെ അറിഞ്ഞ് പുതിയ ഹൃദയവും പുതിയ ആത്മാവുള്ളവരായി നിത്യജീവനിലേക്ക് നിത്യനായ ദൈവത്തോടു കൂടെ വാഴുവാൻ ആഗ്രഹിക്കും. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളത്തിലാണ് നവോത്ഥാനം നടക്കുന്നത്, ആത്മീയ പുനരുത്ഥാനം നടക്കുന്നത്. ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് പിന്നത്തേൽ പ്രവർത്തന നിരതനായി മാറുന്നത്. ദൈവത്തോട് അപേക്ഷിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവഹിത പ്രകാരമായിരിക്കണം. അത് കർത്താവ് അരുളി ചെയ്തതുപോലെ ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിൽ വെളിപ്പെട്ട് വരേണ്ടതിന് ശക്തിയോട് നാം പ്രാർത്ഥിക്കുമെങ്കിൽ അതിൻ്റെ പ്രവൃത്തിയും പ്രവൃത്തിയുടെ ഫലവും നാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മളിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ തലമുറകളിൽ, നമ്മുടെ സഭകളിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. ഈ വചനങ്ങളെ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന അത്ഭുത മന്ത്രിയായ ദൈവമേ, കർത്താവിൽ വിശ്വസിച്ച അങ്ങയുടെ ജനത്തിന് പുതിയ ഹൃദയവും പുതിയ ആത്മാവും നൽകി കർത്താവെ അനുദിനം അങ്ങയുടെ ജനത്തിന് ഒരു ധാരണ നൽകിക്കൊണ്ട് അങ്ങയുടെ ജനത്തെ വഴി നടത്തുമ്പോൾ കർത്താവിനെ അറിഞ്ഞ് കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കാൻ കർത്താവിനെ അറിയാത്ത ജനം, അത് യവനന്മാരാകട്ടെ യഹൂദന്മാരാകട്ടെ ആരുമായിക്കൊള്ളട്ടെ, അവർ ദൈവവശത്തേക്ക് മടങ്ങി വരുവാൻ, ദൈവത്തെങ്കിലേക്കും ദൈവരാജ്യത്തിലേക്കും മടങ്ങി വരേണ്ടതിന് കർത്താവെ ഉണർവിൻ്റെ കാറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി ദേശങ്ങളുടെ മേലും രാജ്യങ്ങളുടെ മേലും ഭൂഖണ്ഡങ്ങളുടെ മേലും അവിടെ വസിക്കുന്ന ജനത്തിൻ്റെ മേലും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ.